ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനിരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിരിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. അങ്ങനെ നിലവിൽ നമ്മുടെ ചെമ്പനിരിപ്പൂൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പോവുകയാണല്ലേ. ശരത്ത് ചന്ദ്രയുടെ ബാഗ് മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു വീഡിയോ അത് സച്ചിയുടെ ഫോണിലാണെന്നും ആ ഒരു ഫോൺ കൈക്കലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രുതി പല വഴികൾ നോക്കി അവസാനം ശ്രുതി ആ ഒരു ഫോൺ കൈക്കലാക്കുന്നുണ്ട്. അതുമായിട്ട് നേരെ ആൻ്റണിയുടെ കൈകളിലേക്ക് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ആൻ്റണി അത് നേരെ തനിക്കറിയാവുന്ന ഒരു യൂട്യൂബറൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ ഈ ഒരു വീഡിയോ റീച്ച് കിട്ടിപ്പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ചന്ദ്ര ഈ ഒരു വീഡിയോ കാണുകയും തൻ്റെ ബാഗ് മോഷ്ടിച്ചത് ശരത്താണെന്നുള്ള സത്യം അറിയുകയും ചെയ്യുന്നുണ്ട്. അതുപ്രകാരം ചന്ദ്ര നേരെ രേവതിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും രേവതിൻ്റെ ശരത്തിനെ കുത്തിപ്പിടിച്ച് കർണം നോക്കി അടിക്കും. കർണം നോക്കി വെറും അടിയല്ല കേട്ടോ, ചെരുപ്പ് ഒരു തല്ലുന്നൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് രേവതി അവിടെ ഉള്ളത് കൊണ്ട് തന്നെ രേവതി ചന്ദ്രയുടെ കൈകളിലേക്ക് കയറി പിടിക്കുകയും എന്തിനാ എൻ്റെ അനിയനെ തല്ലുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്രയോട് ദേഷ്യപ്പെടുന്ന സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, എന്തിനാ നിനക്ക് അറിയണോ, കാണിച്ചു കൊടുക്കുക സുധി ആ ഒരു വീഡിയോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ രേവതിനെ കാണിക്കുമ്പോഴത്തേക്കും രേവതിക്ക് അമ്മയ്ക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട് കേട്ടോ. അവർ ശരത്തിന് ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. ആ ഒരു സമയം തന്നെ ചന്ദ്ര ശരത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഷർട്ടിന് കുത്തിപ്പിടിച്ച് കൊണ്ടുപോകുന്ന നേരത്തെ രേവതിയും ദൈവവും ഒക്കെ ഭയങ്കര കരച്ചിലാണ് കേട്ടോ. എന്നാൽ ഇതെല്ലാം മാറി ആസ്വദിച്ച് കാണുന്നുണ്ട് നമ്മുടെ ശ്രുതി. അപ്പോൾ ഈ എല്ലാ ഭാഗങ്ങളും ഇത്രയും നാളുണ്ടായിരുന്ന എല്ലാ ഭാഗങ്ങളിലും ചന്ദ്ര ഒരു ക്രൂരഭാവത്തോട് കൂടിയിട്ടാണ് രേവതിനോടായിട്ട് പെരുമാറുന്നത്. രേവതിന് ഇഷ്ടമല്ലാത്ത രീതിക്ക് രേവതിന് തോന്നുമ്പോഴൊക്കെ വഴക്ക് പറയും. എന്തിന് രേവതി ആ വീട്ടിലേക്ക് വന്ന് കയറിയത് തന്നെ ചന്ദ്രയ്ക്ക് വേണ്ടിയിട്ടുള്ള കളിപ്പായിട്ടായിട്ടാണെന്ന് തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഒരുപാട് കമൻറ്റുകളും എൻ്റെ വീഡിയോയിൽ താഴ്ത്തു വരുന്നത് രേവതി സച്ചിയും ഇത്രയും പാവാവേണ്ട കാര്യം അവർക്ക് മാത്രം എന്തെങ്കിലും ശ്രുതി വെറുതെ നടക്കുകയുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റുകൾ എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിട്ടൊരു എപ്പിസോഡ് നമുക്ക് വരാനുണ്ട്. ചന്ദ്ര രേവതിന് സപ്പോർട്ട് ചെയ്യുന്ന ചന്ദ്ര രേവതിയുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ട് കേട്ടോ. അത് വലിയ താമസിക്കാൻ തന്നെ നമുക്ക് കാണാം. അതായത് നമ്മുടെ ശരത്തിൻ്റെ വീഡിയോ വൈറലായി കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗം ഇതാണ്. നമ്മുടെ രേവതി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടെ, കല്യാണ മണ്ഡപങ്ങളൊക്കെ അലങ്കരിച്ച് കൊടുക്കുന്ന വർക്ക്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്കും ഭയങ്കര സന്തോഷം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ അങ്ങോട്ടേ വന്നിട്ട് കാര്യം തിരക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പ്ലാനിങ് രേവതിക്ക് ഉണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ രീതിക്ക് ചെയ്യാൻ പാകത്തിന് ഡെമോ പോലെ രേവതി ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നത്. വർഷ വേഗം പറയുന്നത് നമ്മുടെ അറിയാവുന്നവർ മാത്രം അറിഞ്ഞാൽ പോലെ നമ്മൾ ഈ ഒരു സാധനം സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാലാണ് പുറത്തുനിന്നുള്ള ഓർഡറുകൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതേ രീതിയിൽ ചെയ്യണമെന്നാണെങ്കിൽ രേവതി ചേച്ചി കുറച്ചുകൂടെ ഗെറ്റപ്പായിരുന്നു. രേവതി ചേച്ചി എന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ട് പരസ്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാമെന്നൊക്കെ പറയുമ്പോൾ ആദ്യം രേവതി സമ്മതിക്കുന്നില്ല. എൻ്റെ ഫോട്ടോ ഒന്നും വേണ്ട, നമുക്ക് ഈ കല്യാണ മണ്ഡപങ്ങളുടെ മാത്രം വെച്ച് ഇടാമെന്നൊക്കെ പറയേണ്ടത് വർഷ പറയുന്നുണ്ട്. അങ്ങനെ ശരിയാവില്ല, ഇത് ചെയ്യുന്ന ആളുടെയും കൂടി ഇട്ടാലാണ് റീച്ച് കിട്ടുകയുള്ളൂ. ഇപ്പോൾ പൊതുവേ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയ ഇതേ രീതിക്കാണ് വീഡിയോ എല്ലാം ഇടുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്താലാണ് റീച്ചായിട്ട് മുമ്പോട്ടായിട്ട് രേവതി ചേച്ചി എത്രയും പേരൊന്ന് റെഡിയായിട്ട് വായെന്നും പറഞ്ഞുകൊണ്ട് വർഷ കൂട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് അതിനെന്തെങ്കിലും നല്ല ഡ്രസ്സുകളൊന്നുമില്ല വർഷ, അതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്ന സമയത്ത് വർഷ പറയുന്നത് അതിനിപ്പോൾ എന്താ, ഞാൻ പുറത്ത് ഇപ്പോൾ പർച്ചേസ് ചെയ്തിട്ട് വന്നുള്ളൂ, എൻ്റെ ഒരു നല്ലൊരു സാരി ഉണ്ട്, അത് രേവതി ചേച്ചി നന്നായിട്ട് ചെയ്യും, നമുക്ക് ഇതിട്ട് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് വർഷ എന്നെ നിർബന്ധിച്ച് എന്നെ രേവതിനെ കൂട്ടിക്കൊണ്ട് പോയി മേക്കപ്പൊക്കെ ചെയ്തിച്ച് നല്ല സുന്ദരി കുട്ടി, അതായത് നമ്മുടെ ആ റെസ്റ്റോറൻറ്റിലെ ഫംഗ്ഷന് പോയപ്പോൾ ഉള്ള അണിഞ്ഞൊരുങ്ങി വന്നത് അതേ രീതിക്ക് വളരെ സുന്ദരിയായിട്ട് തന്നെ രേവതി വരുന്ന കാണുമ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. മാത്രമല്ല ഇവർ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്ര പുറത്ത് പോയിട്ട് വരുന്നത് കേട്ടോ. ചന്ദ്രയുടെ കൂടെ ശ്രുതിയും ഉണ്ടാവേ. അപ്പോൾ ഇവർ വരുന്ന സമയത്ത് കാണുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി രേവതിയുടെ തലയിലേക്കായിട്ട് സാരിത്തുമ്പ് ഇങ്ങനെ മറച്ചു വെച്ചേക്കാണ്ട് ആ ഒരു സമയത്താണ് വരുന്നത്. പെട്ടെന്ന് തന്നെ ചന്ദ്ര വന്നിട്ട് ചോദിച്ചാൽ ഇത് ഏത് ഡബിള്, നിനക്ക് മദ്യപാനം മാത്രമുള്ളൂ എന്നാണ് ഞാൻ കരുതിയിരുന്നത്, ഇപ്പോൾ ഇതും തുടങ്ങിയോന്നൊക്കെ ചോദിച്ചുകൊണ്ട് പുറത്തുനിന്നൊരു പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നതാണെന്ന രീതിക്ക് ചന്ദ്ര സംസാരിക്കുമ്പോഴത്തേക്കും സച്ചി വേഗം തന്നെ അത് ഇതിൻ്റെ മൊബൈലിലെ ഫ്രണ്ടാണ്, അവളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനാണ്, വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പോകണം, അല്ലാതെ ഇതുപോലെ കോപ്രായം കാണിക്കേണ്ട കാര്യമുണ്ട്, രേവതി ഇവിടെ എല്ലാവർക്കും അവളിവിടെ ഉണ്ടായിരുന്നു, നിൻ്റെ കൈയും കാലും തല്ലി ഓടിച്ചോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ സച്ചിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കൂടുതൽ രേവതിനെ പറ്റിയുള്ള ചന്ദ്രയുടെ വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകൾ കേൾക്കാനായിട്ട് സച്ചി ഓരോന്നോരോന്ന് ഇങ്ങനെ ചുമ്മാ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയത്തും രേവതി താനാണ് രേവതി എന്ന് പറയാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും സച്ചി രേവതിനെ ബലമായി പിടിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തുന്നുണ്ട് കേട്ടോ. അവസാനം ചന്ദ്രക്ക് ദേഷ്യം ഇറക്കാൻ തന്നെ പറയുന്നുണ്ട്, എടി രേവതി നീ എവിടെ, നീ ഇതൊന്നും കാണുന്നില്ല, വേഗം വാ, നിന്റെ കെട്ടിയവൻ കാണിക്കുന്ന കണ്ടില്ലേ, രേവതി ഇങ്ങ് വാ രേവതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
നമ്മുടെ വർഷയും ശ്രുതിക്കും കൊടുക്കുന്ന അതേ രീതിയിലൊരു സപ്പോർട്ട് ആ ഒരു സമയത്ത് ചന്ദ്ര രേവതിക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സച്ചിക്കും അതുപോലെ മാറി നിന്നുകൊണ്ട് ശ്രീകാന്തും വർഷ ഇത് കേൾക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് തന്നെ രേവതി അമ്മ ഞാനാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേ രേവതിനെ ആ ഒരു ലുക്കിൽ കാണുമ്പോൾ ചന്ദ്ര ആകെ അതിശയിച്ചു പോവാണ്. അതിശയിച്ചു പോവുക എന്ന് മാത്രമല്ല വർഷയും ശ്രുതിയും കാണുന്ന ആ ഒരു സ്നേഹത്തോടുകൂടി തന്നെ രേവതിയെ കാണുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറാകാത്ത ചന്ദ്ര പഴയ സ്വഭാവം, അതായത് ചെറിയ രീതിയിലാണ് മുഖം കറുപ്പിച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.